അപ്പോൾ നമുക്ക് തിരിച്ച് ലാസ്റ്റ് സെഗ്മെന്റിലോട്ട് പോവാം. ഫോറക്സ് ട്രേഡിംഗ്. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. എന്തുകൊണ്ട് ഫോറക്സ് ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണമെന്നല്ല, ആ മേഖലയിലോട്ട് വരണം. ലൈക്ക് ഇപ്പോൾ അതിലൊന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞത് നമ്മുടെ മാർക്കറ്റ് ടൈമാണ്. രണ്ടാമത് ഹൈ ലിക്വിഡിറ്റി ആണ്. ഇത്രയും ടൈം മാർക്കറ്റ് ഉണ്ട്, ആ ടൈമിൽ തന്നെ നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ള ടൈംസ് കൂടുതലുണ്ട് അല്ലേ. പിന്നെ ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇത് മീൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ ബ്രോക്കർ ചാർജസ് ഒക്കെ ആണെങ്കിലും കമ്പയർ ടു അതർ മാർക്കറ്റ്സ് നോക്കുമ്പോൾ വളരെ മിനിമലാണ്. പിന്നെ എന്താണ് ആകെ നിങ്ങൾക്ക് ഡേ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡും കമ്മീഷനും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബ്രോക്കർ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. ഓക്കെ, പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ ലിവറേജ്. അത് നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ ലിവറേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, കാരണം എല്ലാവരും ഫോറക്സ് ചെയ്യുന്നവരാണ്. അപ്പോൾ ലിവറേജ് മീൻസ് എന്താണ്, നമുക്ക് ചെറിയ അക്കൗണ്ട് സൈസ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞാൽ 200 100 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതലും ലോഡ് സൈസ് അല്ലെങ്കിൽ വലിയ വലിയ ക്വാണ്ടിറ്റി ഓഫ് ട്രേഡ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഫോറക്സിലുണ്ട് അല്ലേ. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് ആണ്, ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ലെവലിലോട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ട് ശേഷം മാത്രം ഫണ്ടിങ് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചെറിയ അക്കൗണ്ട്സ്, അതായത് ഇപ്പോൾ ഏറ്റവും എല്ലാ ഫേംസിലും നമുക്ക് $5000 ഒക്കെ അക്കൗണ്ട് കാണും. നമ്മൾ ആദ്യമേ പോയി എടുക്കുന്നത് ഈ 5000 ഒക്കെ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 5000 10,000 എന്നുള്ള അക്കൗണ്ട്സ് എടുക്കാതെ ഡയറക്റ്റ്ലി 100K എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, 100K എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു $400 എങ്കിലും വേണം. അപ്പോൾ ഈ $400, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം നിങ്ങൾ ആ ലൈവ് അക്കൗണ്ട്, ബ്രോക്കർ അക്കൗണ്ട് മാനേജ് ചെയ്ത് എല്ലാം പ്രോപ്പറായി കഴിഞ്ഞ ശേഷം മാത്രം ഇവിടെ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ $400 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണ എന്ത് ചെയ്യാം, ബ്രോക്കറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. കാരണം ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ, ഇപ്പോൾ 10K ആണ്, മറ്റേതിൽ 5K ഒക്കെ കാണും. വേറെ ചെറിയ അക്കൗണ്ട്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും ബഫർ സ്പേസ് അല്ലെങ്കിൽ ഡ്രോ ഡൗൺസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ 100K ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. ലൈക്ക് ഡ്രോ ഡൗൺ തന്നെ $5,000 അടുത്തൊക്കെ വരും 100K എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പയ്യെ ട്രേഡ് ചെയ്താണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു 1% എടുത്താൽ മതി. 1% എത്ര, $1,000 ഉണ്ട്. മന്ത്ലി ഒരു 1% എയിം ചെയ്താൽ മതി. $1,000 ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി വെച്ച് പറഞ്ഞാൽ 84,000 85,000 രൂപ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേ കാര്യം നിങ്ങൾ ഇവിടെ നോക്ക്, മനസ്സിലായോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ തുടക്കത്തിൽ ഇത് എടുക്കാനെന്നല്ല. ഞാൻ ആ ഒരു ക്യാപിറ്റൽ വൈസ് നമ്മൾ ആ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് 100% ആയിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും വലിയ അലോക്കേഷൻസ് എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. പക്ഷെ അപ്പോൾ അതിൻ്റേതായ ആ ഒരു കാര്യവും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, എന്താണ്, ഓക്കെ ഫൈൻ. ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതായത് നമ്മൾ ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഇതാണ് ആക്ച്വലി, ബോട്ടിൻ്റെ ഇതാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ജസ്റ്റ് ഒരു വീഡിയോ ആണ് കണ്ടോ. ഇത്രയും ഫാസ്റ്റായിട്ടാണ് ആൽഗോസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ആണ് കേട്ടോ. ഫണ്ടഡ് അക്കൗണ്ട്സ് പാസിങ്ങിൻ്റെ ആണ്. ഇത് HFT ബോട്ട്സ് ആണ്. അതായത് 2 ടൈപ്പ് ബോട്ട്സ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ബോട്ടും ഉണ്ട്, പിന്നെ നോർമൽ ബോട്ട്സും ഉണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഗോൾഡും ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ബോട്ട്സ് ആണ്, നമ്മളിപ്പോൾ ഡേ ടു ഡേ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് HFT ആണ്. HFT ഒന്നും ഈ പറയുന്ന പോലെ ലൈവ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിലോ ഒന്നും പാസ്സായതിനു ശേഷം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ആദ്യം എടുക്കുന്ന ട്രേഡിൽ തന്നെ അക്കൗണ്ട് ബ്രീച്ച് ഔട്ട് ആയി പോകും, ഫ്ലാഗ് ആവും. നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ട് ഇടുവാണെങ്കിലും സെയിം സിറ്റുവേഷൻ ആണ്. കുറച്ച് ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ബ്രോക്കർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും, പിന്നെ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് ഭയങ്കര ആക്യുറസി ഉള്ളൊരു കാര്യം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതുണ്ടോ എത്ര ടൈം കൊണ്ടാണ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് നോക്കുന്നത്. ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ്. അതായത് ടിക്ക് സ്കാൽപ്പിംഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന പോലെ ലൈവ് ബ്രോക്കേഴ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അതാണ് റീസൺ. യെസ്, അപ്പോൾ നമുക്ക് സൈറ്റ്സ് കാര്യങ്ങൾ തീർന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. ആക്ച്വലി ഞാനൊരു 1 hour സെഷനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ 1 hour കഴിഞ്ഞു. എന്തായാലും 9:30 വരെ നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും
അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫോറക്സിനെ പറ്റിയോ അല്ലെങ്കിൽ സ്ട്രാറ്റജി റിലേറ്റഡ് കാര്യങ്ങളോ എന്തെങ്കിലും. പാസിംഗ് ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ കാണിച്ചത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അത് ഫേംസ് HFT ഫേംസ് പാസിംഗ് ആണ്. അതായത് ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സ് തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. HFT ഫേംസും ഉണ്ട്, നോൺ HFT ഉണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ നോൺ HFT ആണ്. അതായത് നമ്മൾ മാനുവലി ട്രേഡ് ചെയ്ത് പാസ്സാക്കണം. മറ്റേ HFT ഫേംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോണ്ടക്ക്, നോവ, നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയുള്ളതൊക്കെ HFT ആണ്. അപ്പോൾ HFTയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ആ ചലഞ്ച് ഫേസ് നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടിനെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കാം. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് ചെയ്യുന്ന ഒരു ബ്രോക്കർ ലൈക്ക് ഇതാണ് ഞാൻ കാണിച്ചത്, ബോട്ടിനെയാണ് കാണിച്ചത്. അത് എൻ്റെ തന്നെയാണ്, അത് വേറെ കാര്യം. നല്ലൊരു ബ്രോക്കർ സജസ്റ്റ് ചെയ്യാം സാർ. അല്ല ബ്രോ, ഷമീർ ഷാ ബ്രോ, ഞാൻ ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് FXTM ഉം HFM ആണ്. ഇപ്പം എൻ്റെ മെയിൻ ഫണ്ട് കിടക്കുന്നത് HFM-ലാണ്. FXTM ആയിരുന്നു ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ HFM-ലോട്ട് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ കുറവ് അതിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ HFM-ലോട്ട് മാറിയത്. പക്ഷേ ഞാനിപ്പോൾ XNS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ 3 ബ്രോക്കറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 3-ൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട്സ് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ബ്രോക്കർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും FXTM ആണെന്ന് പറയും. കാരണം എനിക്ക് ഡയറക്റ്റ്ലി ലൈക്ക് റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഒക്കെ ആയിട്ട് കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അക്കൗണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ എന്ത് വന്നാലും, ഇപ്പോൾ അക്കൗണ്ട് വേറൊരു കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും അങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആയത് അവരൊക്കെ തന്നെ. അപ്പോൾ അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ പറയത്തുള്ളൂ, FXTM എന്ന് പറയും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സ്പ്രെഡ് കുറവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവ്, ഇനിഷ്യൽ ക്യാപിറ്റൽ കുറവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണേൽ XNS പറയും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഓരോരോ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും എല്ലാ ആൾക്കാരും പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 ഫേമും നോക്കുക, FXTM, HFM, XNS. ഓക്കെ, അപ്പോൾ 3 ഫേമും നോക്കിയിട്ട് ഇന്ന് ട്രേഡ് ചെയ്ത് നോക്കാനല്ല, 3 ഫേമും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ പ്ലാറ്റ്ഫോം വൈസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ലൈക്ക് UI എക്സ്പീരിയൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യാൻ പോകുന്നത് XNS ആയിരിക്കും. കാരണം XNS കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും ട്രേഡിംഗ് ഇന്റർഫേസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ അടിപൊളിയാണ്. പക്ഷെ XNS-നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് XNS-ന്ന് വന്ന കുറെ ട്രാൻസാക്ഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ആകുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്യുക. ഓക്കെ ബ്രോ, ഇപ്പൊ ഈ ബാങ്ക് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേ ഔട്ട് എടുക്കേണ്ടത്? USDT ആയിട്ട് എടുക്കണോ? ഓക്കെ, ഫോറക്സിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ USDT ട്രാൻസാക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം USDT നമ്മള് P2P ആക്കിയാലും ഇഷ്യൂ അല്ലേ? അതെങ്ങനെ നമ്മൾ ഇല്ല P2P ബ്രോ ഇപ്പൊ എങ്ങനെയാണ് P2P ചെയ്യുന്നത്? ബൈനാൻസ് ത്രൂ ചെയ്തവർക്കെല്ലാം ബാന് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, ബൈനാൻസ് ത്രൂ ചെയ്യുന്നത് കറന്റ്ലി ബൈനാൻസ് ത്രൂ ചെയ്യുന്നത് ഭയങ്കര ഫൂളിഷ്നെസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്നാമത്തെ റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ഫ്രീസിങ് ഇഷ്യൂസ് ബൈനാൻസിൽ കൂടുതലാണ്. ഓക്കെ, P2P ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഫുള്ള് മറ്റേ ഹിന്ദിക്കാരായിരിക്കും. അവന്മാരെന്തെങ്കിലും ഈ സ്കാം ചെയ്ത അക്കൗണ്ട്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മുടെ അക്കൗണ്ടും ഫ്രീസ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈനാൻസ് ത്രൂ നിങ്ങൾ P2P ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലെഡ്ജറിലുണ്ട്. നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. പേഴ്സണലി ബ്രോ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം, നോയ്സ് വരും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം പേഴ്സണലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലോട്ടാണ് എടുക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് അതുപോലുള്ള വാലറ്റ്സിലോട്ടാണ് ഞാൻ ഫുള്ള് എടുക്കുന്നത്. ഇപ്പൊ എൻ്റെ ബ്രോക്കർ പ്രോഫിറ്റ്സ് ആണെങ്കിലും ഫണ്ടഡ് പ്രോഫിറ്റ്സ് ആണെങ്കിലും ഏതാണെങ്കിലും ഞാൻ USDT ട്രാൻസാക്ഷൻ ആണ്. നേരെ USDT ഒന്നെങ്കിൽ TRC ആയിരിക്കും, വാട്ടെവർ ചെയ്യുന്ന ഏതായാലും ഞാൻ എൻ്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലോട്ടായിരിക്കും എടുക്കുന്നത്. അവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ ഇൻ പേഴ്സൺ ആയിരിക്കണം എപ്പോഴും ക്യാഷ് ആക്കി മാറ്റേണ്ട. മനസ്സിലായി? അതായത് ഇപ്പോൾ നമുക്ക് അതിനുള്ള സർക്കിൾസ് കാര്യങ്ങളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ UAE-ലാണെങ്കിൽ UAE ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കേരളത്തിലാണ്, പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ആരെ അറിയത്തില്ല. അതിന് എന്ത് ചെയ്യും? നമുക്ക് എത്ര റേറ്റ് വരെ കിട്ടും USDT? അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ USDT ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈനാൻസ് അക്കൗണ്ട്സ് ആരും യൂസ് ചെയ്യാതിരിക്കുക. കാരണം എക്സ്ചേഞ്ച് ത്രൂ ട്രാൻസാക്ഷൻസ് അതെല്ലാം
ലൈക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എസ്പെഷ്യലി ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇന്ത്യയിൽ നിന്ന് ബാൻ ആക്കി വിട്ട ഒരു കാര്യം തിരിച്ചു അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്, അല്ലേ? ഓൾറെഡി 30% ടാക്സ് അടിച്ചു വെച്ചിട്ടാണ് തിരിച്ച് ബൈനാൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ 30% ടാക്സ് വന്നപ്പോഴേ ഞാൻ ബൈനാൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു, എൻ്റെ എല്ലാ ഡേറ്റയും കളഞ്ഞു. കാരണം വീണ്ടും നമ്മളത് യൂസ് ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ വേ ഇത് തന്നെയാണ്. കാരണം ഡെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം, ലൈക്ക് സോറി ഡെക്സ് അല്ല, ഡെക്സ് മീൻസ് എക്സ്ചേഞ്ച് ആണ്. ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും അക്കൗണ്ടബിളും അല്ല. അതിനകത്ത് ഇപ്പോൾ 1000 USDT ഉണ്ടോ 1,00,000 USDT ഉണ്ടോ അതിപ്പോൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട്സ് ഈ പറയുന്ന പോലെ പേഴ്സൺ മറ്റുള്ള ആൾക്കാർ വഴി ട്രാൻസ്ഫർ ചെയ്ത് UPI പേയ്മെൻറ്റ്സ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രശ്നമില്ല. പിന്നെ ടാക്സ് ലാബ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് അടച്ചു പോകണം. അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ചെയ്യുന്നതാണ്. യെസ്, അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇതുപോലെ വെബിനാർസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം, സ്ട്രാറ്റജി പരമായിട്ടും, അതായത് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പരമായിട്ടും ലൈവ് സെഷൻസ് പരമായിട്ടും ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ എല്ലാവരും പറയുന്ന പോലെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക. ടെലഗ്രാമിലായിരിക്കും കൂടുതൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ടെലഗ്രാമിൽ ഓൾറെഡി ഉള്ളവർക്കറിയാം, ഞാനിപ്പോൾ ഒരു 2 ഇയർ ആയിട്ട് ടെലഗ്രാം ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം വേറെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ടോട്ടലി ഫ്രീ ആയിട്ടുണ്ട്. ബ്രോയുടെ വേറെ കുറച്ച് ട്രേഡ്സിന്റെ കോൾസ് വല്ലതും കൊടുക്കാറ്